ഹായ്, നിങ്ങളൊരു ഓലോ യൂസറാണോ? എങ്കിൽ നിങ്ങളുടെ സർവീസ് കൺസൾട്ടന്റോ അല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവോ പറഞ്ഞു തരാത്ത കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്പർ 1, അതായത് ഈ പറയുന്ന ചാർജിംഗ് പോർട്ട്. ഈ ചാർജിംഗ് പോർട്ടിൽ നിങ്ങൾക്ക് വെള്ളം കടക്കാനും ഡസ്റ്റ് കടക്കാനുമുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങളൊരു റെയിനിലേക്ക് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ സൈഡിലൂടെ നിങ്ങൾക്ക് എന്താവും, ഇതിൽ വെള്ളം അകത്തോട്ട് കിടക്കും. അതിലൂടെ നിങ്ങളുടെ ചാർജിംഗ് പോർട്ടിന് കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയ പോലെ തന്നെ ആ ഒരു ചാർജിംഗ് ക്യാപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പരിധിവരെ നിങ്ങൾക്ക് തടയാനായിട്ട് സാധിക്കും. നമ്പർ 2, നിങ്ങളുടെ ഡിക്കിയുടെ അകത്ത് ഈ ഒരു പാർട്ടിൽ ഒരിക്കലും തന്നെ വെള്ളത്തിൻ്റെ ഒരു കണ്ടന്റും ആവാനായിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡിക്കി മാറ്റ് യൂസ് ചെയ്തുകൊണ്ട് അത് പ്രൊട്ടക്ട് ചെയ്യുക. നമ്പർ 3, ഏതൊരു EV വാഹനത്തിനെയും നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വാഹനം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് വന്നതിന് ശേഷം ആ ഒരു ഹീറ്റിൽ തന്നെ നിങ്ങൾ ഒരിക്കലും ചാർജ് ചെയ്യാതിരിക്കുക. അത് നിങ്ങളുടെ ബാറ്ററിയെ വളരെയധികം നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കുന്നതായിരിക്കും. നമ്പർ 4, ഇതൊരു ജെൻ 3 ഓല വാഹനമായതുകൊണ്ട് തന്നെ ഇതൊരു ചെയിൻ ഡ്രൈവ് ആയിട്ടുള്ളൊരു വെഹിക്കിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചെയിൻ മെയിൻ്റെനൻസ് ചെയ്യുക എന്ന് പറയുന്നത് ചെയിനിൻ്റെ ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. എവരി 700 കിലോമീറ്റേഴ്സിൽ ഇത് ലൂബ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക. നമ്പർ 5, നിങ്ങളൊരു ഹൈപ്പർ ചാർജർ അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ചാർജിങ് ഉദ്ദേശിച്ചാണ് ഈ ഒരു വാഹനം എടുക്കുന്നുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ളൊരു ചാർജിങ് നെറ്റ്വർക്കാണ് ഓലയ്ക്കുള്ളത്. അതായത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ തന്നെ പല ഹൈപ്പർ ചാർജിങ്ങും കേരളത്തിലാണെങ്കിലും തമിഴ്നാട് സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിലും വർക്ക് ചെയ്യാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ അതിനൊന്നും ഒരു സൊല്യൂഷനും ഓലയുടെ ഭാഗത്തില്ല. അപ്പോൾ നിങ്ങളൊരു ഓല എടുത്തിട്ട് നിങ്ങൾ ഹൈപ്പർ ചാർജിങ് ഒക്കെ പ്ലാൻ ചെയ്ത് യാത്ര ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സത്യം പറഞ്ഞ മൂഞ്ചുമെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. നമ്പർ 6, അതായത് ഏതൊരു EV വാഹനത്തിനെയും അതിൻ്റെ റേഞ്ചിനെ എഫക്റ്റ് ചെയ്യുന്നത് വെയിറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അതായത് നമ്മൾ ഒരു 70 kg പേഴ്സൺ അതുപോലെ തന്നെ 33 PSI രണ്ട് ടയറിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള റേഞ്ച് ഇതിൽ നിന്ന് കിട്ടും. അതായത് തന്നെ നിങ്ങൾ വെയിറ്റ് കൂടി ഒരു 2-3 ആൾക്കാർ ഇരുന്ന് ട്രാവൽ ചെയ്യാണ്, അതുപോലെ തന്നെ കൃത്യമായിട്ട് ഇതിനെ മെയിൻ്റെനൻസ് ചെയ്യുന്നില്ല, ചെയിനും കാര്യങ്ങളും മെയിൻ്റെനൻസ് ചെയ്യുന്നില്ല, ടയറിൻ്റെ പ്രഷർ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റേഞ്ച് എഫക്റ്റ് ചെയ്യും. നമ്പർ 7, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഈ വാഹനം വെറുതെ വാഷ് ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം നമ്മളുടെ ഒരു ക്ലൈമറ്റിനനുസരിച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇന്ന് വാഷ് ചെയ്താൽ നാളെ ആകുമ്പോഴേക്കും അതിൽ ഡസ്റ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഒരു വീക്കിലി വൺസ് അല്ലെങ്കിൽ ഒരു മന്ത്ലി ഒക്കെ ഒരു 2 ടൈംസ് ഒക്കെ ആയിട്ട് നിങ്ങൾ വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും ഹൈ പ്രഷറൊക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിൻ്റെ ഇലക്ട്രിക് കോമ്പോണൻസിനെയൊക്കെ നല്ല രീതിക്ക് തന്നെ ബാധിക്കും. അതൊരു ഡീഗ്രഡേഷനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുന്ന സമയത്ത് ബോഡി മാത്രം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിടുക. ഓക്കെ, ഒരുപാട് ഹാർഡായിട്ടൊന്നും വാഷ് ചെയ്യാതിരിക്കുക. അത് നിങ്ങളുടെ സ്കൂട്ടറിനെ തന്നെയാണ് അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്.